ആദ്യത്തെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മാത്രം അറിയാം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് 1-2 പേര് ചോദിച്ചായിരുന്നു. ആസ്ട്രോഗോപി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. ആ പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഫിസിക്കുള്ളതുകൊണ്ടൊന്നല്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അത്യാവശ്യം പിന്നെ കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇനിയും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ, നമ്മുടെ വീഡിയോസ് ഒക്കെ ആരെങ്കിലും കാണും. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് Q&A വീഡിയോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് പരിചയമില്ല. നമ്മളിങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോസ് മിക്കവാറും നമ്മൾ റോ ആയിട്ടുള്ള, അതായത് ഞാൻ എങ്ങനെയാണോ അങ്ങനത്തെ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ സാധാരണ ചെയ്യുന്ന വീഡിയോസിൻ്റെ എന്തെങ്കിലും വ്യത്യാസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏകദേശം 300ഓളം ചോദ്യങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇതിന് മുന്നോടിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു Q&A വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 300 ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം പറയില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച മിക്ക ചോദ്യങ്ങളും ഞങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് അതിലേറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒട്ടുമിക്കവരും ചോദിച്ചേക്കുന്നത് എൻ്റെ പേരാണ്. എൻ്റെ ഒരു ഗസ് കറക്റ്റ് ആണെങ്കിൽ എൻ്റെ പേര് ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലോങ് വീഡിയോസ് കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ പേര് അറിയാത്തത്. എൻ്റെ പേര് അഭിഷേക് ടി സജീവ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് ആലുവയിലാണ്. ആലുവ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. LKG മുതൽ +2 വരെ ഞാൻ വിദ്യോദയ സ്കൂളിലാണ് പഠിച്ചത്. കുറേ പേരൊക്കെ +2ക്ക് ഞാൻ ഏത് സ്ട്രീമാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ +2ക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. അതായത് കമ്പ്യൂട്ടർ മാത്സും ഉള്ളൊരു സ്ട്രീമാണ് ഞാൻ +2ക്ക് എടുത്തത്. നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ +2ക്ക് ശേഷം ഏത് സബ്ജക്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് മെക്കാനിക്സിനോടും ഈ ആസ്ട്രോഫിസിക്സിനോടും റോക്കട്രിനോടും അങ്ങനെ ഒരുപാട് ടോപ്പിക്സിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. പക്ഷേ ഞാൻ +2ക്ക് ശേഷം ഓപ്റ്റ് ചെയ്തൊരു സ്ട്രീം എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡായിപ്പോയി. അതായത് എനർജി ഇൻഡസ്ട്രീനോട് ചേർന്നിട്ടുള്ള പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ് ഞാൻ +2ക്ക് ശേഷം പഠിച്ചത്. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. അതായത് ഞാൻ കേരളത്തിലും കൂടിയല്ല പഠിച്ചത്, ആന്ധ്രയിലത്തെ ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഈ മേഖലയിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഏത് ഫീൽഡിൽ തന്നെയായാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അതായത് എൻ്റെ ചെറുപ്പകാലം മുതൽ, അതായത് ഭയങ്കര ചെറിയൊരു പ്രായം മുതൽ തന്നെ ഞാൻ ഒരുപാട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളൊക്കെ കിട്ടും, അതായത് വളരെ കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുക, അതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു മെക്കാനിക്കൽ ടൈപ്പ് മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ സംഭവം വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള ഒരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബേസ് അതാണ്. എൻ്റെ കോഴ്സ് കഴിയുന്നത് കറക്റ്റ് കൊറോണ പീരീഡിലായിരുന്നു. അതായത് ജോലിയൊന്നും ലഭിക്കാത്തൊരു സമയം. ഞങ്ങളുടെ കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് തൊട്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് നാൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഓൺഷോർ ഓയിൽ ഡ്രിഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡ് അതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫീൽഡിൽ അധികം നാൾ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. നമ്മുടെ അഭിയുഗം എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ നമ്മൾ ഈ ഒരു 2023 തുടങ്ങേണ്ട ഒരു ചാനലേ അല്ല. എങ്ങനെ പോയാലും ഞാൻ +1 പഠിക്കുമ്പോൾ മുതലേ ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളൊക്കെ ഒരുപാട് പേരെടുത്ത് ഷെയർ ചെയ്യണം. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷേ നമുക്കന്ന് ഒരുപാട് കാര്യങ്ങളിൽ ലിമിറ്റഡ് ആയിരുന്നു. ജിയോ വന്നതിന് മുമ്പായിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഫ്രാങ്ക് ആയിട്ട് പറയാമല്ലോ, അന്ന് ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ 1 GB വെച്ച് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നെറ്റിൻ്റെ ആക്സസ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. സ്മാർട്ട് ഫോണിൻ്റെ ആക്സസ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ അനുഭവിച്ചൊരു കാലമാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതായത് അഡോബ് പ്രീമിയർ പ്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമറയുടെ ടെക്നിക്സ് ഒക്കെ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ 2023 എൻ്റെ കോളേജ് കഴിഞ്ഞ് ഞാൻ 1.5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരുന്നത് 2023 ജൂൺ ആയപ്പോഴാണ്, ജൂൺ ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമിക്ക ഒരു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്.
പിന്നെ ഒട്ടുമിക്കവർ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഏജ് എത്രയാണെന്നാണ്. എനിക്ക് 25 വയസ്സാണ്. മാർച്ച് 10 ആകുമ്പോഴാണ് എൻ്റെ ഒരു ബർത്ത്ഡേ. അപ്പോൾ വിഷയം മറക്കണ്ട. പിന്നെ എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ അവരുടെ കൂടെ താമസിക്കുന്നത്. എനിക്കൊരു അനിയനുണ്ട്. അവനാണ് നമ്മുടെ ഈ ഒരു ചാനലിലൊരു 50 അല്ലെങ്കിൽ ഒരു 60% അവൻ തന്നെയാണ്. നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എൻ്റെ അനിയനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ചാനൽ കൊണ്ടുപോകുന്നത്. ഈ ചാനലിൻ്റെ പേര് അഭിയുഗം എന്നാണ്. അവൻ്റെ പേര് അഭിനവ്, എൻ്റെ പേര് അഭിഷേക്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഈ ഒരു ചാനൽ. അവനെ നിങ്ങൾ ഇതുവരെയായിട്ട് സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവനെ കാണിച്ചു തരാം. പിന്നെ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പപ്പയുണ്ട്, മമ്മിയുണ്ട്. പപ്പ ഹിൻഡാൽക്കോലാണ് വർക്ക് ചെയ്യുന്നത്, മമ്മി ഹൗസ് വൈഫാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫാമിലി. പിന്നെ ജോബ് പറഞ്ഞു, പ്ലേസ് പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് 1-2 പേര് ചോദിച്ചായിരുന്നു. അതിനോട് എനിക്കൊരു ഒറ്റ ഉത്തരവ് പറയാനുള്ളൂ. അതായത് നമ്മൾ സയൻസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോസോ അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചാനലോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒട്ടുമിക്കവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. അതായത് ഇവനൊരു ഏത്തിസ്റ്റ് ആയിരിക്കും, ഇവൻ സയൻസ് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും മിക്കവർക്കും ഉണ്ടാവുക. സീരിയസ്ലി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം ലെക്ചറും കാര്യങ്ങളൊക്കെ കേൾക്കാറുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കഷൻസിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സയൻസിന് വിശ്വസിക്കുന്നവർ എയ്ത്തിസ്റ്റ് ആണെന്നുള്ളൊരു ഒരു തിങ്കിങ് ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതുള്ളൂ. ഞാനിപ്പോൾ വണ്ടി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേക്ക് എടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതെ, പുറകിൽ വിളക്ക് കണ്ടിട്ടില്ലേ, അത് തന്നെ. നമ്മൾ എയ്ത്തിസ്റ്റ് ഒന്നുമല്ല, നമ്മൾ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്, സയൻസിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നല്ല, സയൻസിലും അന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നല്ല. ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ട് ഒരു ടൈപ്പ് ഒരു ആളാണ് ഇത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് ചോദിച്ചേക്കുന്നത് ഇൻസ്പയർഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്. എനിക്ക് ഏതൊക്കെ യൂട്യൂബേഴ്സിനോട് ഇൻസ്പിറേഷൻ തോന്നിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2016 പോലെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ചെയ്തതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനെ പറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്കപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കൊരും വിശ്വസിക്കില്ല. കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആസ്ട്രോഗോബിയുടെ വീഡിയോ ആണ്. അത് പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇംഗ്ലീഷ് ചാനൽസിൻ്റെ കോപ്പി തന്നെയാണെന്ന് എനിക്ക് പറയാനോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആസ്ട്രോഗോബി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. നമ്മൾ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ആൾക്കാരെയൊക്കെ നോക്കുന്നത്, അവരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ആസ്ട്രോഗോബിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, അത് തന്നെ ഞാൻ ഇട്ടു. അതായത് മൂപ്പര് ഇംഗ്ലീഷ് ചെയ്തത് ഞാൻ നൈസായിട്ട് മലയാളത്തിലേക്ക് എടുത്തിട്ട് എൻ്റെ സ്റ്റൈലിൽ സൗണ്ട് എഫക്ട്സും വീഡിയോ എഫക്ട്സും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റൊരു വീഡിയോ ഇട്ടു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിരിക്കുന്ന വീഡിയോ. ഏകദേശം 33 ലക്ഷം ഉണ്ടെന്ന് തോന്നല്ലേ, 3.3 മില്യൺ സംതിങ് വ്യൂസ് ഉണ്ട്. അതാണ് നമുക്കിപ്പോൾ കിട്ടിയതിൽ ഏറ്റവും മാക്സിമം വ്യൂസ്. ആ വീഡിയോ ഓഗസ്റ്റ് 5 മുതലാണ് കയറിയത്. അതൊരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു എനിക്ക്. അതാണ് സംഭവം. അന്ന് മുതലാണ് നമ്മുടെ ഈ വീഡിയോ കയറി തുടങ്ങിയത്, അന്ന് മുതലാണ് നമ്മുടെ ചാനൽ കയറി തുടങ്ങിയത്. പിന്നെ നമ്മൾ ഒരുപാട് ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്, ഒരുപാട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ലെക്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഒരുപാട് ഗൂഗിൾ മീറ്റ് അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ 1-2 കേട്ടിട്ടുള്ളൂ. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഉറക്കം വരും ശരിക്കും ഉള്ള കാര്യമാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അതും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഡേറ്റയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് അതിനുള്ളൊരു ഉത്തരവായിട്ട് മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന് കുറച്ച് ചോദിച്ചായിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം പറയാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ എങ്ങനെയാണ് ആസ്ട്രോണോമി പഠിച്ചത്, ഏത് കോളേജാണ് നല്ലതെന്ന്, ഞാൻ എങ്ങനെയാണ് ആസ്ട്രോണോമി പഠിച്ചതെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ബുക്സ് വായിച്ചിട്ടാണ് പഠിച്ചത്. ഓക്കെ, നമ്മുടെ വീട്ടിലൊരു എൻസൈക്ലോപീഡിയ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 5-ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ് ഈ എൻസൈക്ലോപീഡിയ വീട്ടിൽ മേടിക്കുന്നത്. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ലക്ഷറി ഇല്ല. നമുക്ക് ആകെയുള്ളൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുക്സും ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ടീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണ്. അവർ ജസ്റ്റ് പഠിപ്പിക്കുക അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ അത്ര ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് ഉള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാമെന്നുള്ളത് എൻ്റെ പപ്പയാണ്. പപ്പ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പണ്ടും പറഞ്ഞു തരുമായിരുന്നു.
പപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ നമുക്ക് ഈ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, റോക്കറ്റ് എന്താണ്, ഫ്ലൈറ്റ് എന്താണ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ്, അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ പറക്കുന്നത്, അങ്ങനെ ഒരുപാട് ഡേറ്റ, ഒരു മെക്കാനിക്, ഒരു എന്താ പറയുക, എനിക്കൊക്കെ ഒരു ഭയങ്കര ട്രഷറായിരുന്നു. അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം സയൻസിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ചൈൽഡ്ഹുഡ് മുതലേ ഇത് കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞ് പറയാം. ഈ സാധനം കിട്ടിയപ്പോൾ മുതൽ എനിക്ക് എല്ലാത്തിനെ പറ്റിയിട്ടൊരു ടച്ച് ഉണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വെച്ച് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചു, എനിക്കത് അറിയാം, എനിക്ക് അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, ഇതല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. ഈ ഒരു ബുക്ക് കാരണമാണ് എനിക്ക് ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റിയത്. അത് ആ ബുക്ക് ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്, മോള് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോഴത്തെ ആസ്ട്രോണമിയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ലെക്ചേഴ്സിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂട്യൂബിൻ്റെ ലെക്ചേഴ്സിലൂടെയൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് മെൻറ്റേഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാനും, എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനും, അങ്ങനെ കുറച്ച് മെൻറ്റേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അതാണെന്ന് ചോദിക്കണം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതൊരു പേന, ഈ പേന ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. നമ്മളത് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പരിപാടി, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റോ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ പേന ഉപയോഗിച്ച് ഓരോരോ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷേ ഈ പേനയുടെ അകത്ത് നിന്ന് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ മഷി എങ്ങനെ ഈ ബുക്കിലേക്ക് വരുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. അപ്പോൾ അത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ആയതുകൊണ്ടാണല്ലേ, ഇത് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം അതിനോട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് നോക്കുമ്പോഴത്തേന് പേനയുടെ അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു ബോൾ കാണാൻ പറ്റും. ആ ബോളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ മഷി ഇങ്ങനെ ഫില്ല്, ഇപ്പം ഗ്രാവിറ്റി കാരണം ആ മഷി ബോളുമ്പോൾ തട്ടും, ആ ബോളിലേക്ക് മഷി വരട്ടും. ബുക്കിൻ്റെ പേജസ് അത്യാവശ്യം ടെക്സ്ചേർഡാണ്, അതായത് സ്മൂത്ത് ആയിട്ടുള്ള സംഭവമല്ല, അത്യാവശ്യം ടെക്സ്ചറുള്ള സംഭവമാണ് ഈ പേജസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മഷി പേജസിൻ്റെ ടെക്സ്ചറിനകത്തേക്ക് ഇങ്ങനെ കയറി പറ്റും. അങ്ങനെയാണ് ഈ പേനയുടെ അകത്തുള്ള മഷി ബുക്കിൻ്റെ പേജസിലേക്ക് പടരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഉത്തരങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ നോക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നമ്മുടെ ബ്രെയിന് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യാൻ നോക്കും. ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് പണ്ടും ഉണ്ടായിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. ഇപ്പോൾ പണ്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ചും കൂടി അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഞാൻ സ്വന്തമായിട്ട് ഒരു റിഫ്ലക്ഷൻ ടെലിസ്കോപ്പ്, അതായത് ഏകദേശം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഓൺലൈൻ മേടിക്കണമെങ്കിൽ എങ്ങനെ പോലും ഒരു 10,000 രൂപയുടെ മുകളിൽ പോകും. ഒരുപാട് പേര് ടെലിസ്കോപ്പിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 8,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒപ്റ്റിക്കൽ ക്വാളിറ്റി അല്ല, സൂമിങ് അല്ല, അതിൻ്റെ ഫോക്കൽ ലെങ്ത് അത്യാവശ്യം കുറവായിരിക്കും. നമുക്ക് മാക്സിമം 3 അത്യാവശ്യം ജൂപ്പിറ്റർ വരെ നമുക്ക് ഡിജിറ്റലി ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജൂപ്പിറ്ററൊക്കെ കാണാൻ പറ്റും. അതല്ലാണ്ട് ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലും ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പരിപാടീൻ്റെ ഒപ്റ്റിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത്യാവശ്യം സക്സസ്ഫുള്ളായി. സീരിയസ് ആയിട്ടും പറഞ്ഞതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല. കാരണം എനിക്കൊരു സാധനം ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് നോക്കും. അങ്ങനത്തെ ഒരു ഇതാണ്, പെട്ടെന്ന് എങ്ങനെയാണ് ആ കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കും, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വീഡിയോ എടുക്കാനുള്ള പേഷ്യൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ തന്നെ ആയിരുന്നു. നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആക്കുന്നില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്രദമായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്ത് ചോദിച്ചേക്കുന്നത്, യൂട്യൂബ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ ടീമായിട്ടാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഞാനും എൻ്റെ അനിയനും ഇപ്പോൾ ക്യാമറയുടെ പുറകിൽ ഇരിപ്പുണ്ട്. എടാ, ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ഉള്ളൂ. അതെ, ലവനാണ് ഞാൻ പറഞ്ഞ ആള്. കാഴ്ചയിൽ എൻ്റെ അത്രയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു 5 വയസ്സിന് ഉള്ളതാണ്. പുള്ളി എന്നെ പോലെ തന്നെ ഒരു കെമിക്കൽ ഫീൽഡാണ് അവനെ ഓപ്റ്റ് ചെയ്യുന്നത്. കെമിക്കൽ ഡിപ്ലോമയാണ് അവൻ പഠിച്ചത്. ഹായ്, എൻ്റെ പേര് അഭിനവ് എന്നാണ്. അഭിനവ് TS. ഞാൻ പഠിച്ചത് വിദ്യാ സ്കൂളിൽ തന്നെയാണ്. LKG മുതൽ +2 വരെ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. പിന്നീട് ഞാൻ എടുത്തത് കെമിക്കൽ ഡിപ്ലോമയാണ്, അതായത് IGPTC പെരുമ്പാവൂരിലാണ് പഠിച്ചത്. അത് ഏകദേശം
ഞാൻ പാസ് ഔട്ട് ഈ വർഷം പാസ് ഔട്ട് ആയിട്ട് നിൽക്കണേണ് ഇപ്പോൾ. ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കും, എടാ എനിക്ക് ഈ കാര്യം അറിയോ ചെയ്യാനായിട്ട്, ചെയ്യാനായിട്ടല്ല നിനക്ക് ഈ സംഭവത്തിനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവൻ പറയും ഇല്ല കേട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പറയും എടാ നമുക്കിതൊരു വീഡിയോ ആക്കിയല്ലേ. വീഡിയോ ആക്കി നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റിലും ബുക്സിലൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മളത് എഴുതി വെച്ച് വീഡിയോ ആക്കും. അങ്ങനെയാണ് നമ്മുടെ എല്ലാ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ, അതായത് ഇന്ന് വീഡിയോയുടെ ഇന്ന് ഒളിമ്പസ് മോൺസിൻ്റെ വീഡിയോ ചെയ്തത്. അത് ഞാൻ ഇവരോട് ചോദിച്ചൊരു ഡൗട്ടാണ്, എടാ ഒളിമ്പസ് മോൺസ് എന്താണ്ട് എന്നൊക്കെ ചോദിച്ചൊരു ഡൗട്ടാണ്. അല്ല ഒളിമ്പസ് മോൺസ് അല്ല, നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് മൗണ്ടൻ ഏതാണ് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു സംഭവം ഉണ്ടെന്നാണ്. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഒളിമ്പസ് മോൺസും മൗണ്ട് എവറസ്റ്റും ഈ പറഞ്ഞ മൗണ്ടനും കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തത്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും, ഞങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ചാനലാണ്. പിന്നെ നമുക്ക് ക്ലിക്ക് ബേറ്റിൻ്റെ പരിപാടിയൊന്നുമില്ല. മാക്സിമം ക്ലിക്ക് ബേറ്റ് ഒഴിവാക്കിയിട്ട് ഒത്തൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് മാത്രം നമ്മുടെ ചാനലിൽ ഇടുന്നുള്ളൂ. അപ്പോൾ അവനാണ് നമ്മുടെ ടീം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവൻ മാത്രമല്ല, എൻ്റെ മമ്മിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, പപ്പയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ വീഡിയോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസിനുള്ള ഐഡിയാസൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഒരുപാട് കറക്ഷൻസ്, ഒരുപാട് സജഷൻസ്. കാരണം സത്യം പറഞ്ഞാൽ ഇതൊരു ഫാമിലി റൺ ചാനലാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പോൾ കാണുമ്പോൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്ത് ക്യാമറയൊക്കെ എടുത്ത്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഒരുമിച്ച് നിന്നിട്ട് ചെയ്യുന്നൊരു ചാനലാണ്. അതൊക്കെ തന്നെ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് വീട്ടുകാരെ കൂടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനകത്ത്. ഏകദേശം സാധിച്ചു എന്ന് തന്നെ ഞാൻ പറയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അടുത്ത് ചോദിച്ചേക്കുന്നത് ഹൂ സപ്പോർട്ട് യു ദ മോസ്റ്റ്? എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ചാനൽ തുടങ്ങിയ സമയത്ത് ഇവർ കട്ട എതിരെയായിരുന്നു. അതായത് എടാ ചാനലല്ലേ, ഇതിൽ നിന്നൊക്കെ നമുക്ക് വല്ല റവന്യൂ കിട്ടുമോ, നിനക്ക് ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ഈ ചാനലിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. അതായത് നമുക്ക് ഒരു ദിവസം ഒരു 3-4 സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓരോ വീഡിയോ നല്ല ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഈ ചാനലിലെ തുടക്കത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മൾ ജനറിക് ആയിട്ടുള്ള കണ്ടൻസ് ആയിരുന്നു ഈ ചാനലിൽ സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു സ്മാർട്ട് ഗ്ലാസ് അല്ല, സ്മാർട്ട് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയും. ഒരു ഹൈടെക് ആയിട്ടുള്ള ഒരു മെഷീനറി ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയും. സ്പേസിനെ പറ്റി തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ല വീഡിയോസ് ലാസ്റ്റത്തേക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്ന ഉറപ്പുള്ളപ്പോൾ വയ്ക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അത് ഞാൻ നോണ പറയണമെന്നല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നത് ഇത് വർക്കൗട്ട് ആയോന്ന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. അതൊക്കെയായിരുന്നു ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം. പിന്നെ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യരുത്. അതായത് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണോ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ആൾക്കാരൊക്കെ ചെയ്തിട്ടില്ലേ, ഇന്ന ചാനലിൽ ഇതിൻ്റെ ഒരു ജോൺറ ഓഫ് വീഡിയോസിൽ ആൾക്കാർ നിൽക്കുന്നില്ലേ, അപ്പോൾ നമ്മളിതിനെ ഇനിയും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ, നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണും, അങ്ങനെയുള്ള ഒരു 100,000 ചോദ്യങ്ങളുണ്ടാവും നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ കേട്ടോ. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മുടെ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻ്റ് എടുക്കുക, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് വീഡിയോ, അതായത് ഞാനിപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീഡിയോ ആണ്, മനസ്സിലായില്ലേ? അതിപ്പോൾ നിങ്ങളുടെ വെർഷൻ ഓഫ് വീഡിയോ, ആ വീഡിയോ ആണ്. ഇപ്പം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒളിമ്പസ് മോൺസിൻ്റെ ഒരു വീഡിയോ തരും. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വെർഷൻ ഓഫ് ദാറ്റ് വീഡിയോ, മനസ്സിലായി? ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വെർഷനാണ്, എൻ്റെ അനിയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ വെർഷനാണ്. എല്ലാം യൂണീക്കായിട്ടുള്ള കണ്ടൻസ് സെയിം ആണെങ്കിലും ആ ഒരു പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ എല്ലാം യൂണീക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യാം. ഇപ്പം അടുത്ത വർഷം വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്നിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. എന്തായാലും റവന്യൂ കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്തു തുടങ്ങുക. നിങ്ങൾക്കൊരു പാസീവായിട്ടുള്ളൊരു ഇൻകം ഗ്യാരണ്ടിയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സ്ട്രെസ്സും ഉണ്ട്, അത് ഞാൻ പറയാണ്ടിരിക്കാനും വയ്യ. കാരണം നമ്മൾ ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോസൊക്കെ കിട്ടും, അതിന് വ്യൂസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓരോ കാണു പോലും ഇല്ല എന്നുള്ളൊരു മൈൻഡൊക്കെ വരും. പക്ഷേ
അത് യൂട്യൂബിൻ്റെ ആ യൂട്യൂബ് ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ സ്പേസിനോട് ഇത്രയും പാഷനേറ്റ് ആയത്? സിമ്പിളി ക്യൂരിയോസിറ്റി തന്നെ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ദിവസം രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ താഴത്ത് ഇങ്ങനെ കിടക്കുക, ഓപ്പൺ ടെറസിലോ എവിടെയെങ്കിലും പോയിട്ട് ആകാശത്ത് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് നിങ്ങൾ ആകാശത്തേക്കല്ല, ടെറസിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് മുകളിലേക്ക് സ്പേസ് ആകാശത്തേക്ക് നോക്കിയിട്ട് ടെറസിൽ ഇങ്ങനെ കിടക്കുക. മനസ്സിലായില്ലേ? അത് കിടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ ഇരുട്ടിനോട് നമ്മുടെ കണ്ണ് അഡ്ജസ്റ്റ് ആവും. ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റാറുകളെ, ഒരുപാട് വാൽനക്ഷത്രങ്ങളും, ഒരുപാട് പ്ലാനറ്റ്സിനെ, ഒരുപാട് ആൻഡ്രോമേഡ ഗാലക്സി, നമ്മുടെ സ്വന്തം മിൽക്കി വേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, എന്താളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഈ കാണുന്ന ഓരോ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സോളാർ സിസ്റ്റം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനേക്കാളും വലിയ സാധനമായിരിക്കും, ചെറിയ സാധനമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര മാസീവായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് അതിൻ്റെ സ്കെയിൽ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ സ്കെയിൽ എന്തോരം ഉണ്ടെന്ന്. എത്ര ഇമാജിൻ ചെയ്താലും നമുക്കത് എന്തൊരു വലിയ സംഭവം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആസ്ട്രോണോമി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ തലയ്ക്ക് കയറി പിടിക്കും. ഇതിൻ്റെ മാസീവ്നെസ് എന്താണ്, ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് പിടിക്കും. അതാണ് എനിക്ക് സംഭവിച്ചേക്കുന്നത്. ഇതെനിക്ക് തലയ്ക്ക് പിടിച്ചത് ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. അത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ച സയൻസ് റിലേറ്റഡ്, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ആ ബുക്ക് വായിച്ചത് പിന്നെ ഞാൻ സ്പേസിൻ്റെ ഒരാളായി. ആസ്ട്രോണോമി മതി എനിക്ക്, അങ്ങനത്തെ ഒരു ടൈപ്പായി. പക്ഷെ ഇതിനെ പറ്റിയിട്ടൊരു കരിയറായിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഇൻട്രസ്റ്റ്, ഹോബി, അത്ര ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ +2ക്ക് ശേഷം അതിനെ പറ്റിയിട്ടൊന്നും അധികം നോക്കാതെ ടീച്ചിങ്ങിന് പോകാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോക്കാണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടായിരിക്കും പിന്നെ എഴുതിച്ചത്. നമ്മുടെ കേരളത്തിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശോകമായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. ഒരു 10ൽ ഒരു 6 മാർക്ക് ഞാൻ കൊടുക്കുള്ളൂ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയോ. 1ാം ക്ലാസ് ഒരു +2 വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, മാത്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു രീതിയിൽ അത് ഓക്കെയാണ്. നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സിലബസാണ് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ഫെയിൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് കേസാണ്. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ വെച്ച് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ തീരുമാനിച്ച്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അവൻ ഇന്നൊരു സംഭവത്തിന് കൊള്ളാം, ഇവൻ മാത്തമാറ്റിക്സിൽ കൊള്ളാം, ഇവൻ സയൻസ് ഫിസിക്സിന് കൊള്ളാം, ഇവൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കൊള്ളാം, ഇവൻ കോഡിങ്ങിന് കൊള്ളാം. അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റ് സ്വയമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി എന്തായാലും രക്ഷപ്പെടും. അത് ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് നമ്മൾ ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ, അതിനോട് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫീൽഡിൽ തന്നെ നിൽക്കും, അല്ലേ? ഇതിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ ചെറുപ്പത്തിൽ പോലെ ഇങ്ങനെ റോബോട്ടിക്സും മെക്കാനിക്സിനോടൊക്കെ ഒരുപാട് ഭയങ്കര താല്പര്യം കാണിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ സ്കൂളിൽ ഒരൊറ്റ ടീച്ചർ പോലെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അവർക്ക് അറിയാൻ കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് അറിയാം എൻ്റെ ഒരു സ്കിൽ ലെവൽ എന്താണെന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയാം. പക്ഷേ എൻ്റെ ടീച്ചേഴ്സ് ഒരൊറ്റ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നീ എന്താ, എനിക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ പറ്റിയിട്ട് ഒരു ഫർദറായിട്ട് ഇവന് ഇങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവരാരും എന്നെ സമീപിച്ചിട്ടില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിപ്പോൾ വലുതായപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. നേരെ മറിച്ച് ഒരുപാട് പഠിക്കുന്ന പിള്ളേരുണ്ടാവും, നല്ലോണം പഠിക്കുന്ന പിള്ളേരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ടീച്ചേഴ്സിനെയാണ് ഞാൻ കണ്ടത്. ഞാൻ പഠിച്ച അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്കൂളിലാണ്, എന്നിട്ട് പോലും ഇങ്ങനത്തെ ഒരു ഡ്രൈവാണ് ഞാൻ കണ്ടത്. ശരിക്കും കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഇത് തന്നെയാണ് +2ലും കണ്ടത്. പിന്നെ കോളേജിൽ പോയപ്പോൾ അത് എൻ്റയർലി ഡിഫറെൻറ്റ് ലോകമായിരുന്നു. അവിടെ പഠിക്കുക, വേറെ ഒന്നുമില്ല. അവിടെ എഡ്യൂക്കേഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജ്. അതുകൊണ്ട് നമുക്കൊരു രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പരിപാടിയോ നമ്മുടെ രീതിയിലുള്ള സംഭവങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 4 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കോളേജിൽ വേസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം.
ഡിഗ്രി ഒക്കെ ഉണ്ട്, അല്ലാണ്ട് പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പം അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്തായാലും നമ്മൾ ഇനി ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സയൻസ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ഫണ്ണായിട്ടുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാണ്? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദുൽഖറിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ആക്ടിങ് വലിയ കുഴപ്പമൊന്നുമില്ല. ആസിഫ് അലി എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന ആളുടെ സിനിമ മാത്രം നമ്മളിങ്ങനെ ഇടിച്ചു കയറി കാണാൻ അങ്ങനെ ഒന്നുമില്ല. പിന്നെ KGF ഇറങ്ങിയപ്പോൾ അതിലത്തെ റോക്കി ഭായ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോം ക്രൂസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഈ പ്രായത്തിലും പുള്ളി ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയൊക്കെ ഉള്ളൂ. ഫേവറേറ്റ് സൈഫൈ മൂവി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റർസ്റ്റെല്ലാർ തന്നെയായിരിക്കും. അത് ഒരുപാട് പേര് ചോദിച്ച ഒരു കഥയാണ്. നമ്മുടെ ഫേവറേറ്റ് സൈഫൈ മൂവി എന്ന് പറഞ്ഞാൽ ഇൻറ്റർസ്റ്റെല്ലാറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു മൂവി മാർഷ്യൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ആ കിഡിലെ സിനിമയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നുള്ളൂ. അതായത് അവഞ്ചേഴ്സിലേക്ക് കാണിക്കുന്നതായിട്ടില്ലേ, ഇങ്ങനെ ഒരു ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള വെഹിക്കിൾസും ഹൈടെക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഗ്രാവിറ്റി ഡിഫൈ ചെയ്യുന്ന വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് അതൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് 50 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ വെഹിക്കിൾസിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്തായിരിക്കും എന്ന് മാത്രം കാണിക്കുന്ന ഒരു മൂവിയായിട്ട് എനിക്കത് തോന്നി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ സിനിമ കാണണം കേട്ടോ. നമ്മൾ മാർസിൽ പോയിട്ടില്ല, എന്തായിരിക്കും സംഭവിക്കുന്നത് അത് തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രാവിറ്റി ആയിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഒരുപാട് ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈഫൈ അല്ലാണ്ട് ഞാനൊരു സിനിമ ഭ്രാന്തനാണ്. ടോപ്പ് ഗൺ മാവറിക്കൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സിനിമ. എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഞാൻ കാണാറുണ്ട്. അപ്പം നമ്മുടെ സമയം കില്ല് ചെയ്യുന്നത് സിനിമ കണ്ടിട്ടാണ്. വേറെ പരിപാടികളൊന്നും നമുക്കൊന്നുമില്ല. പിന്നെ ചോദിച്ചേക്കുന്നത് എവിടെ നിന്നാണ് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻസൈക്ലോപീഡിയ നിന്ന് കിട്ടും, യൂട്യൂബിൽ നിന്ന് കിട്ടും. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി. നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ യൂട്യൂബിൽ കയറി കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാമെന്നുള്ളൂ. അത്യാവശ്യം ഒത്തൻറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നോക്കി പറയുന്ന ആൾക്കാരല്ലാണ്ട് ഒത്തൻറ്റിക് ആയിട്ടുള്ള ചാനൽസ് കണ്ടുപിടിക്കുക, നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക, പഠിക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ പ്രീമിയർ പ്രോ ഒക്കെ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചത്, അഡോബിൻ്റെ. ഫോട്ടോഷോപ്പ് യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചത്. അങ്ങനെ എന്തോ ഒരു സോഫ്റ്റ്വെയർ, കോഡിങ്, ആർഡുയിനോ, റാസ്ബെറി പൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ചോദിക്കുന്നത് എൻ്റെ 100K എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ 100K എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ബിഗിനർ, എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ ഒരു ഫേസ് വാല്യൂ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ എനിക്കൊരു പുൾ ഓഫ് ചെയ്യാനൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും 100K ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോൾ ഒരു 100K എത്തി. ഇതേ എൻ്റെ അനിയനോട് ചോദിച്ചാൽ അങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ചില ദിവസങ്ങളൊക്കെ 2000 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറണം. അത് കാണുമ്പോൾ എനിക്ക് കരച്ചിട്ട് വരും. കാരണം ആദ്യത്തെ 1000 സബ്സ്ക്രൈബ് പോട്ടെ, ആദ്യത്തെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മാത്രം അറിയാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം 2000 കയറുന്ന സത്യം പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും കണ്ട എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ ഒരുപാട് ഒരു ഗീവ് അവേ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പരിപാടിയൊന്നും അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ പല യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഇതിനൊരു അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നൊരു ചാനലാണ്, യൂട്യൂബിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ Q&A വീഡിയോ നിങ്ങൾ കുറേ നാൾക്ക് ഞാൻ അനൗൺസ് ചെയ്തിട്ട് കുറച്ചധികം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ സീനാണ്. കുറേ നാൾ കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ മാറി എനിക്കൊന്ന് സെറ്റാവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും തുമ്മലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ ഇതിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ടഫാണോ എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. നമ്മുടെ കണ്ടന്റ് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനൊരു ലോ പ്രൊഫൈൽ പേഴ്സണാണ്. ഓക്കെ, അതായത് അധികം ആൾക്കാരുടെ മിണ്ടില്ല, സംസാരിക്കില്ല, ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് എൻ്റെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിങ്ങനെ ഓപ്പണായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 2 ദിവസമെങ്കിലും പരിചയമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അതല്ലാണ്ട് എനിക്കൊരു പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ യൂട്യൂബ് ടഫാണെന്നുള്ള ചോദ്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ടഫായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാൻ പാടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് സയൻസ് ബുക്ക് ഏതാണെന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് സയൻസ് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആയിരിക്കും. പിന്നെ അങ്ങനെയുള്ള ബുക്സൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ബുക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബുക്ക് മാത്രം വരെയൊക്കെ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബാക്കിയുള്ള ബുക്സൊക്കെ നമ്മൾ ഓഡിയോ ബുക്കായിട്ടുള്ള ബുക്സാണ് ഞാൻ മിക്കവാറും വായിക്കാറ്. അത് നമ്മുടെ ഹെഡ്സെറ്റിൽ വെച്ച് കേൾക്കുന്ന ടൈപ്പ് ബുക്സ്, അതാണ് നമ്മൾ മിക്കവാറും വായിക്കാറെന്ന് പറഞ്ഞാൽ കേൾക്കാറ്, പാട്ട് കേൾക്കുന്ന പറയാം. അതാകുമ്പോൾ നമുക്ക് സാധ്യത സമയം പോലെ നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒട്ടുമിക്കവർ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയൊരു ലൈറ്റ് ബോക്സ് ആണ്. അത് നെറ്റിൽ നോക്കിയപ്പോൾ അത്യാവശ്യം വിലയുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനിതിൽ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയൊരു ചാനലാണ്. ക്യാമറ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയാണ്. മൈക്ക് നമ്മളൊരു 700 രൂപയ്ക്ക് ഒരു മൈക്ക് മേടിച്ചായിരുന്നു കേട്ടോ. ബോയുടെ M1 എന്ന് പറഞ്ഞൊരു മൈക്കാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എഡിറ്റ് അത്യാവശ്യം പോകുന്നൊരു കമ്പ്യൂട്ടർ എൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊരു ഫിലിം മേക്കേഴ്സിന്, ഏതൊരു യൂട്യൂബേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൈറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് കഷ്ടപ്പെട്ട് പണിതു. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ഇങ്ങനെ DIY ഡു ഇറ്റ് യുവർ സെൽഫ് മൈൻഡുള്ള ഒരുത്തരാണ് ഞാൻ. അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ഒരു ലൈറ്റൊക്കെ സോഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ പണിത് ഡിഫ്യൂഷനൊക്കെ വെച്ച് ആ ലൈറ്റാണ് ഞാൻ അന്നൊന്നും ഉപയോഗിക്കുന്നത്. ഇതുവരെയായിട്ട് ഞാൻ ലൈറ്റൊന്നും മേടിച്ചിട്ടില്ല. പിശുക്കുള്ളതുകൊണ്ടൊന്നല്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത്യാവശ്യം പിന്നെ കുഴപ്പമില്ലാത്തൊരു ലൈറ്റായിട്ട് എനിക്ക് തോന്നി. വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് വാം ലൈറ്റോ കൂൾ ലൈറ്റോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പുറകിലൊരു LED ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് റിംഗ് ലൈറ്റാണ്. അതാണ് ഞാൻ ആദ്യമൊക്കെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫാഷൻ ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ പിന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഭംഗിയും കാര്യങ്ങളൊന്നും അല്ലാതെ നോക്കണം, നമ്മുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അല്ല നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സിനിമാറ്റിക് ആയിട്ടൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ കീ ലൈറ്റ് അറിയുന്നത് പറയുന്നത്. കീ ലൈറ്റും പിന്നെ ബാക്കിലൊരു ഫിൽ ലൈറ്റാ എന്തൊക്കെയാണ് ലൈറ്റ്, ആ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഹൈ എൻഡ് ക്യാമറ ഒന്നല്ല, നൈക്കോണിൻ്റെ 3400D എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ഫുൾ HD 30 FPS നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് അത്യാവശ്യം അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. 60 FPS വരെ പോകും. നമ്മളത് അതിനൊന്നും ആവശ്യം വന്നില്ല. മിക്കവാറും ഫുൾ HD 30 FPS നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം. ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അത്യാവശ്യം എനിക്ക് അതിനെ പറ്റിയിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ കൊടുത്തിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചേക്കുന്നത് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ, വാട്ട്സ് എ പൾസാറിൻ്റെ ഹൗ നെബ്യൂളസ് ഫോംഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. ടൺ 618 നമ്മൾ ഈ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് എന്തായാലും 19 മിനിറ്റ് 1 മണിക്കൂർ എങ്ങനെയും പോകും. അതെന്തായാലും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വീഡിയോയുടെ ആവശ്യമുണ്ടെന്നല്ല, ഇത് ഞാൻ സെക്കൻഡറി ആയിട്ട് ഇടും. അതായത് രണ്ടാമത്തെ ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 1, ഞാൻ അടുത്ത പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഞാൻ എങ്ങനെയാണോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എൻ്റെ റോ ഫോമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസാര രീതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും ജാടയോ അങ്ങനെ ഒന്നുമില്ല. ഒരു നോർമൽ ഒരു മനുഷ്യനാണ്. അധികം എൻ്റെ ഈ ഒരു റിസർവ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറയാനുള്ളൊരു പേര് റിസർവ്ഡ് ക്യാരക്ടർ എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്കധികം ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് കോളേജിൽ പഠിച്ചതിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. അധികം ഫ്രണ്ട്സിനൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പക്ഷെ അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഏകദേശം 1.5 ലക്ഷം ഫ്രണ്ട്സ് ഉണ്ട്. യൂട്യൂബ് ഫേസ്ബുക്ക് കമ്പൈൻഡ് ആയിട്ട് അത്യാവശ്യം ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക് യു. എൻ്റെ മാത്രമല്ല, എൻ്റെ ഒരു ഒരുപാട് വർഷത്തെ ഒരു ഡ്രീമാണ് യൂട്യൂബിൽ അത്യാവശ്യം നിൽക്കുക എന്നുള്ളൊരു ഇതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക് യു ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് താങ്ക് യു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ട്. എന്തായാലും നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ അതൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു പാട്ടും മിക്കവാറും നമ്മൾ അടുത്ത ആഴ്ചയായിരിക്കും ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാതെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. യൂട്യൂബ് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, ശരിയാണ്. പക്ഷേ ടൈം നമുക്ക് കുറച്ച് വിഷയമാണ്. പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. എന്തായാലും
ഗസ് ചെയ്യാന്നുള്ളൂ. എന്തായാലും എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അത് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്കിനി പാർട്ട് 2 കാണാം.